ഓം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ ഗോവിന്ദായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ്ഭാഗവതത്തിൽ ഷഷ്ഠസ്കന്ധത്തിൽ ചിത്രകേതൂപജ്ഞാനം പാരായണം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. വിദ്യാധരികളെ കാൺമനിതു മഹാവിദ്യാപ്തി പാരകനായ മഹേശ്വരൻ നിത്യം സുരമുനീന്ദ്രാദിസമക്ഷമാം സൽസഭയിങ്കലജലജതന്നെയും ലജ്ജ കൂടാതെ മടിയിലെടുത്തു വച്ച് ജനത്തെ പ്രതിശങ്കയുമെന്നിയേ വർത്തിപ്പതത്യന്ത കഷ്ടമത്രേ തുലൂം. ഇത്തം പറയുന്ന വാക്യങ്ങളങ്ങുതാൻ ശ്രുത്വാ മഹേശ്വരി കോപിച്ചരുൾ ചെയ്തിത്തം ചരിത്രം മദീയം ജഗത്രയേ ദിവ്യജനത്താൽ അഭിവന്ദ്യമായതി ദുർവിനേദൻ ബഹുഭാഷണം ചെയ്യുകയാൽ ദണ്ഡ്യനാസുരയോനോ ജനിക്കുന്നുടൻ ചണ്ഡികാദേവി ശപിച്ചതു കേട്ടളവങ്ങത ചിത്രകേതു വിമാനത്തിന്മേൽ നിന്നിറങ്ങി തിരുമുമ്പിലമ്മാറുപോ നിന്നോ നമസ്കരിച്ചഞ്ജലി ഭാഗുവായി നിന്നു വന്ദിച്ചു വേദാത്മനാകിയ പന്നകഭൂഷണനെ പ്രസാദിപ്പിച്ചു. തന്നിടത്തെ തുടതന്മേൽ വിളങ്ങിന കുന്നിൻ മകൾ മഹാദേവിയെ തന്നെയും വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചതി ശാന്തനായി മന്നവൻ മന്ദമന്ദം പറഞ്ഞിടിനാൻ. മാനുഷർക്കേശ്വരച്ചാവശാലിങ്ങനെ താനേ ബലാൽ വന്നു കൂടുന്നതൊക്കെയും പൂർവകർമാനുവശാൽ സുഖദുഃഖങ്ങൾ ഏവരുമെല്ലാം അനുഭവിച്ചിടുന്നു. ദേവീ ഭവതിയെ ഞാൻ വണങ്ങുന്നതു ശാപമോക്ഷത്തിനല്ലെന്നുടെ ദുർനയ കാരണം കൊണ്ടുളവായ വാച പരിഹാരമായാശു തൊഴുതു വീണേടിനേൻ. ലോകമാതാവേ ഭഗവതി ഞാനതിമൂഢനായൊന്നറിയാതെ പലവിധം പറഞ്ഞുള്ളതോർത്തിങ്ങിനിയും ബഹുകോപം ജനിക്കരുതെന്നതിനിങ്ങനെ പാദാംബുജാഗ്രേ വണങ്ങിനേനെന്ന അപരാധങ്ങളെല്ലാം അറിഞ്ഞടങ്ങേണമേ. മോദേന നിത്യം പ്രസീദ പ്രസീദ സർവാധിഭൂതേ ജഗൽക്കാരിണീ ശാശ്വതേ. ദേഹകാരുണ്യം നമസ്തേ നമോസ്തുതേ
പാകിമാമാനന്ദകാരുണ്യവാരിതേ ഏവം വണങ്ങി സ്തുതിച്ചു മഹേശ്വരി ദേവിയെ നന്നായി പ്രസാദിപ്പിച്ചാദരാൽ ദേവദേവേശ്വര അനുജ്ഞയും കൊണ്ടവൻ കേവലമങ്ങു നടന്നാനതാഗതി ദേവൻ പശുപതിതാനതു കണ്ടതാ ദേവിയോടാനന്ദപൂർവമരുൾ ചെയ്തു. ഭദ്രേ ഭവതി കണ്ടേലയോ മാധവ ഭക്തജനപ്രഭാവം മധുരാധരി ചിത്രം ഭഗവൻ മഹിമ നിരൂപിക്കിലെത്രയും അത്ഭുതമത്ഭുതമേ ദൃശ്യം ഭാഗവതന്മാർക്കൊരിടത്തും ഒന്നിനും ആകുലമില്ലൊരു ഭേദവുമില്ലടൂ. സർവസമദർശികളവരേവരും ദേവാശ്രിതന്മാർക്കു സങ്കടമില്ലടൂ. ഇങ്ങനെ നാഥൻ അരുൾ ചെയ്തതു കേട്ടു മംഗലാപാംഗിയും വിസ്മയിച്ചിടിനാൾ. അങ്ങനെയുള്ള നരേന്ദ്രനു നാരദനങ്ങുപദേശിച്ച വിദ്യാമഹിമയാൽ ഭാഗവതോത്തമനായി ചമഞ്ഞാൻ നിഖിലാഗമാന്താർത്ഥസാരജ്ഞനവനല്ലൂ. പാർവതീദേവിതൻ ശാപം നിമിത്തമായി പൂർവദേവാകാരേണ വൃത്രനായതും തന്മഹിമാവതുമായതെന്നിങ്ങനെ നിർമ്മലനാം നൃപനോടരുളി ചെയ്തു. നമസ്തേ. അടുത്ത ഭാഗം മരുത്തുക്കളുടെ ഉൽപ്പത്തി തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതമഭിഹിതം വാ സർവമേധക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം മരുത്തുക്കളുടെ ഉൽപ്പത്തി തുടരും നാളെ. നമസ്തേ.